ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിങ്ങനെ ചുറ്റും കുറച്ച് സാധനങ്ങളൊക്കെ നിരത്തി ഇട്ടിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഞാനിങ്ങനെ ഫുൾ നിരത്തി ഇട്ടിട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ നാളെ നമുക്ക് ചെറിയൊരു ട്രാവൽ ഉണ്ട്. നമ്മൾ നാളെ ഇടുക്കിക്ക് പോവാണ്, എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ ഓർത്തുന്ന പിന്നെ ഒരു വീഡിയോ എടുത്തിട്ട് എന്താണ് ഞാൻ എങ്ങനെയാണ് ഒരു ട്രാവൽ ബാഗ് ഞാൻ പാക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വണ്ടറിങ് ടു. ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഔട്ട്ഫിറ്റ്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. എന്ന് വെച്ചാൽ നമ്മൾ എത്ര ദിവസത്തേക്കാണ് പോകുന്നത് അത് പ്ലാൻ ചെയ്തിട്ട് എത്ര ഔട്ട്ഫിറ്റാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം ഒരു ലിസ്റ്റ് പ്ലാൻ ചെയ്യും. ഞാനപ്പോൾ ഇതുപോലൊരു നോട്ട്ബുക്കോ എന്തെങ്കിലും, ഞാൻ എപ്പോഴും എല്ലാം നോട്ട് ചെയ്യുന്ന ഈ ഒരു ബുക്കിലാണ്. അപ്പോൾ ഇതുപോലൊരു നോട്ട്ബുക്ക് എടുത്തിട്ട് ഞാൻ കുറച്ച് ലിസ്റ്റ് ചെയ്യും ആദ്യം. കാരണം എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് കൊണ്ടുപോകാനുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ലിസ്റ്റ് ചെയ്യും. പിന്നെ രണ്ടാമത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മേക്കപ്പ് പൗച്ച് അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ബാഗ് അത് സെറ്റ് ചെയ്യും. പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള എസെൻഷ്യൽസ് ആയിട്ടുള്ള വേറെ കുറേ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ടോയ്ലറ്ററീസിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഞാൻ നമ്മളുടെ ഒരു ട്രാവൽ പാക്കിങ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ട്രാവൽ ബാഗ് പാക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് നോർമലി ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈഡ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ട്രാവൽ നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം നമ്മളുടെ സിംബയും കൂടെ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. സിംബ നമ്മളുടെ പെറ്റ് ക്യാറ്റാണ്. നമ്മളവനൊരു 1 മന്തായി നമ്മളവനെ അഡോപ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ അവനെയും കൊണ്ടാണ് നമ്മൾ ഇത്തവണ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഒരു പെറ്റിനെയും കൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയില്ല. കുറേ കാര്യങ്ങൾ നമ്മൾ എന്ന് വെച്ചാൽ നേരത്തെ ട്രാവൽ ചെയ്ത ആൾക്കാരോടൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പ്രിപ്പറേഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം ഇത്തവണ നമ്മുടെ മെയിൻ എന്താ പറയുക, ഞാൻ മെയിനായിട്ട് പാക്ക് ചെയ്യുന്നതും അല്ലെ എടുത്തോ എന്നുള്ളത് 2 തവണ ക്രോസ് ചെക്ക് ചെയ്യുന്നതൊക്കെ അവൻ്റെ കാര്യങ്ങളാണ്. കാരണം അവനും ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. കാരണം നമുക്ക് ഇവിടുന്ന് ഒരു 4 to 5 hours നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. നമ്മൾ പോകുന്നത് ബൈക്കിനാണ്. അപ്പോൾ ഇവൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇത് നമുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതൊരു സംഭവബഹുലമായിട്ടുള്ളൊരു ട്രാവൽ ആയിരിക്കും എന്തായാലും നാളത്തെ ഒരു റൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ആയിരിക്കും. പിന്നെ നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ്റെ പ്രോഡക്ട്സുകൾ എന്തൊക്കെയാണ് ഞാൻ പാക്ക് ചെയ്തതെന്നുള്ളത് ഈ വീഡിയോയിൽ തന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പാക്ക് ചെയ്തേക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇതാണ്. ഇത് ട്രാവൽ ഓർഗനൈസർ ആണ്. ഇത് പല ടൈപ്പ് പല സൈസിലുള്ളതും പല ടൈപ്പ് പ്രൈസിലുള്ളതും ഒക്കെ നമുക്ക് ആമസോണും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ ഒരു ഓർഗനൈസർ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഉപകാരപ്പെടും. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ ഡ്രസ്സസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് വെയർസ്, മേക്കപ്പ് പ്രോഡക്ട്സുകളൊക്കെ അങ്ങനെ നമുക്കെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് നമ്മുടെ ബാഗിൽ വെക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതൊരു എനിക്കൊന്നൊരു 6 ബാഗ്സ് വരുന്നുണ്ട്. ബാഗ്സ് ഇതുപോലെ കുട്ടി കുട്ടി ബാഗ്സ്, ഒരു പൗച്ച് ഒക്കെ ആയിട്ട് ഇതുപോലെ 2 എണ്ണമാണ് മെയിനായിട്ട് നമുക്ക് ക്ലോത്ത് വെക്കാനായിട്ട്. 2 അല്ല കേട്ടോ, 3 എണ്ണം വരുന്നുണ്ട്. ഒരു 3 എണ്ണം ഉണ്ട്. അപ്പം മൊത്തം 7 എണ്ണം വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു 3 എണ്ണം ക്ലോത്ത്സ് വെക്കാൻ വേണ്ടിയിട്ട്. ഇത് മെയിൻ ഔട്ട്ഫിറ്റ് വെക്കാൻ, പിന്നെ ഇന്നേഴ്സ് വെക്കാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കാൻ പൗച്ച്, അതുപോലെ ടോയ്ലറ്ററീസ് വെക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഫുഡ് വെയർ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഓർഗനൈസർ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മസ്റ്റായിട്ട് വേണ്ട ഒന്നാണ്. പിന്നെ ഇതാണ് എൻ്റെ മേക്കപ്പ് പൗച്ച്. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മളുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഇതുപോലൊരു പൗച്ച് എപ്പോഴും ക്യാരി ചെയ്യുക. പിന്നെ നമ്മളൊരു 2 days ആണ് പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പം സാറ്റർഡേ പോയിട്ട് നമ്മൾ സൺഡേ തിരിച്ചു വരും. അപ്പോൾ ആ ഒരു ചെറിയൊരു 2 days മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്കവിടെ. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളൂ. കുറച്ചാണ്. അപ്പോൾ ഈ ഒരു ബാഗിനകത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ കാർക്കൂന്തലൊന്ന് കെട്ടി ഒതുക്കി വെക്കണം എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് 2 ഇത് സ്ക്രഞ്ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഇത് ഓരോന്നോരോന്ന് എടുത്ത് കാണിക്കണ്ടല്ലോ അല്ലേ. ഇത് ഞാനൊരു ഷോർട്സ് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പം എൻ്റെ മേക്കപ്പ് പൗച്ചിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് കാണിക്കാം. പിന്നെ ഇതും ഇപ്പം കണ്ട പൗച്ചും ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച പൗച്ചും ഇതും കൂടി ഞാൻ ആമസോണിൽ നിന്നൊരു സെറ്റായിട്ട് വാങ്ങിയതാണ്. ഇത് പക്ഷേ ഇത് എനിക്ക്
ഇത് കുറേ നാളായിട്ട് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2 ഇയേഴ്സ് ഒക്കെ ആയിട്ട് ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയുള്ള സാധനം. ഇത് നിങ്ങൾ ആമസോണിൽ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ മേടിച്ച് വെച്ചോ. പിന്നെ ഇതുപോലത്തെ പൗച്ചസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെ നമ്മളുടെ ഹാൻഡ് ബാഗിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ കൊണ്ടാണല്ലോ നമ്മൾ നടക്കുന്നത്. ബേസിക് ആയിട്ടുള്ള സാധനം നമ്മൾ ലൈക്ക് ലിപ് ബാമോ അല്ലെങ്കിൽ സൺസ്ക്രീൻ, അങ്ങനെ ലിപ്സ്റ്റിക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ജസ്റ്റ് നമ്മുടെ ഹാൻഡ് ബാഗിലൊക്കെ ഇടണമെങ്കിലും വെറുതെ ബാഗിൽ പെറുക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തപ്പിയെടുക്കൽ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പൗച്ചിൽ നിങ്ങൾ ഇട്ട് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാൻ അങ്ങനെ ക്യാരി ചെയ്യാറുണ്ട്. പിന്നെയുള്ളത് ഞാൻ കൊണ്ടുപോകുന്നത് ഒരു ജ്വല്ലറി ബോക്സ് ആണ്. അതൊരു കുട്ടി ബോക്സ് ആണ്. ഞാൻ പറഞ്ഞില്ലേ 2 ദിവസത്തേക്കുള്ളൂ. അപ്പോൾ ഒരുപാടൊന്നും എടുത്തുകൊണ്ട് പോകുന്നില്ല. കുറച്ച് സ്റ്റഡ്സും കാര്യങ്ങളും ഒക്കെ ഇതുപോലെ കുറച്ച് കുട്ടി കുട്ടി കമ്മലൊക്കെ ആയിട്ട് ഇതുപോലെ ചെറിയൊരു കണ്ടെയ്നർ. ഇതിനകത്ത് ഞാൻ എൻ്റെ ജ്വല്ലറി വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് സ്കിൻ കെയർ ഈ പൗച്ചിനകത്ത് അങ്ങനെ ഇത് കുറച്ച് വലുതാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വലിയ സാധനങ്ങൾ കയറും. അപ്പോൾ ഇത് സ്കിൻ കെയർ നമ്മളുടെ വാസ്ലിൻ്റെ, കാരണം അവിടെ ഭയങ്കര തണുപ്പാണ്, സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ മോയ്സ്ചറൈസർ, ബോഡി മോയ്സ്ചറൈസർ. പിന്നെ നമ്മുടെ മുടി സെറ്റാക്കി ഇടാൻ വേണ്ടിയിട്ട് അടിപൊളി പ്രോഡക്റ്റാണ്. ഞാനിപ്പോൾ കുറച്ച് ദിവസം ആയതുള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, പക്ഷേ നല്ല പ്രോഡക്റ്റാണിത്. ഇനി കവറിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഹെയർ ഓയിലാണ്. കെളി ഹെയർ ഉള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് മാനേജ് ചെയ്യാൻ. പിന്നെ എൻ്റെ ടോണർ. അപ്പോൾ ഇത് ഫേസ് വാഷാണ്. ഇതുപോലെ കുട്ടി എന്തെങ്കിലും ഇതെനിക്ക് ഒരു നമ്മുടെ അക്വലോജിക്കയുടെയാണിത് ഫേസ് വാഷ്. ഫ്രീ കിട്ടിയതാണ്, ഫ്രീ. പിന്നെ ഞങ്ങൾ രണ്ടും കേളി ഹെയർ ഉള്ള ആൾക്കാരായതുകൊണ്ട് നമുക്ക് എല്ലാ ഒരു കാര്യത്തിലും ഞങ്ങൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കാരണം 2 പേർക്കും 2 സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകണ്ട. പകരം നമുക്ക് 2 പേർക്കും കൂടി മുടിക്ക് വേണ്ടിയിട്ട് ഹെയർ കെയറിന് ഒറ്റ ബാഗ് എടുത്താൽ മതി. അതിനുള്ള സാധനങ്ങളുണ്ട് ഇതിനകത്ത്. ഇത് നമ്മുടെ അരാറ്റയുടെ ലീവ്-ഇൻ കണ്ടീഷണർ, പിന്നെ റോൾ ഓൺ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഈ ഒരു പൗച്ചിൽ എടുത്തു വെച്ചേക്കുന്നത്. നമ്മുടെ ഹെയർ കെയർ, ജ്വല്ലറീസ്, അങ്ങനെ. അപ്പം ഇതുപോലെ കുട്ടി കുട്ടി പൗച്ചസ് നമ്മൾ ക്യാരി ചെയ്യാനായിട്ട് എപ്പോഴും നോക്കണം. ഷിംബ അമ്മയുടെ ഇങ്ങനെ ഒരു ഹായ് പറഞ്ഞിട്ട് പോടാ. അവിടെ ഹായ് പറഞ്ഞിട്ടോ. ഇതാണ് എൻ്റെ കുരിപ്പ്, ഇതാണ് എൻ്റെ ഷിംബു, ഇതാണ് ഞങ്ങളുടെ പൂച്ചക്കുഞ്ഞ്. അടുത്താണ് ഇത്. ഞാൻ ബൈക്കിന് ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും ഞാനൊരു വേസ്റ്റ് ബാഗ് കൊണ്ടുപോകാറുണ്ട്. നേരത്തെ എൻ്റെ വീഡിയോയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റും. ഇതിനകത്ത് ഞാൻ എന്തൊക്കെയാണ് ക്യാരി ചെയ്യുന്നതെന്നൊരു ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വേസ്റ്റ് ബാഗ് ഞാൻ എപ്പോഴും ക്യാരി ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇരുന്നതെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന, ഇപ്പോൾ നമ്മളുടെ പേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ, നമ്മുടെ മൊബൈൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞാൻ കൂടുതൽ ഈ വേസ്റ്റ് ബാഗിൽ ഇടുന്നത്. കുറേ സാധനങ്ങൾ ഇടാറുണ്ട്. എന്തൊക്കെ കൈ കിട്ടുന്നതൊക്കെ ഞാൻ പറഞ്ഞ് ഇതിനകത്ത് ഇടും. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചേക്കുന്നത് ഇത് സോപ്പാണ്. നല്ല രസം, ഇത് കാണാനും നല്ല രസം, ഉപയോഗിക്കാൻ നല്ല രസം. അപ്പോൾ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകാൻ ഓൾറെഡി നമ്മൾ ചെല്ലുന്നത് കാണും. പക്ഷെ വലിയ ഭയങ്കര സംഭവം എന്ന് പറയാനില്ല. പക്ഷെ നമുക്ക് ഫുഡ് കഴിച്ചിട്ടെന്നല്ല, നമുക്ക് ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ കൈയും സോപ്പിട്ട് കഴുകണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു സംഭവം ഉള്ളത് നല്ലതാണ്. ഞാൻ എവിടെയോ പോയപ്പോൾ വാങ്ങിയതാണ്. ഫുഡ് കഴിക്കാൻ അവിടെ നിർത്തിയപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് ആ ഒരു സ്ഥലത്ത്. അവിടെ ഇങ്ങനെ ഒരു സ്റ്റോറിൽ ഞാനത് ഓൺലൈനിൽ കുറേ നോക്കി മേടിക്കണം എന്ന് ഓർത്ത് പിന്നെ ഞാൻ വിഷ് ലിസ്റ്റിലൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ വിട്ടുപോയി. അങ്ങനെ ഇതെന്തായാലും ട്രാവൽ ചെയ്യുമ്പം മസ്റ്റാണ് എനിക്ക്. ഞാനത് കൊണ്ട് ഇത് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു സോപ്പുണ്ട് കയ്യിൽ. പിന്നെ ലിപ്സ്റ്റിക്ക്, പിന്നെ ഈ 2 ലിപ്സ്റ്റിക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു ടോയ്ലറ്റ് സീറ്റ് കവറാണ്. ഇതിൻ്റെയും ഞാൻ ഓൾറെഡി ഞാൻ വാങ്ങിച്ചപ്പോഴും ഒക്കെ ഞാൻ ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു കവറാണ്, സീറ്റ് കവറാണ്. നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ ഫ്രണ്ടിൽ, യൂറോപ്യനിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ മേളിൽ ഇട്ടിട്ട് നമുക്ക് സുഖമായിട്ട് ഇരുന്ന് കാര്യം സാധിക്കാം. അപ്പോൾ ഈ ഒരു ടോയ്ലറ്റ് സീറ്റ് കവർ ഞാൻ എടുക്കുന്നുണ്ട്. ഒരു 4-5 എണ്ണം എടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട്. പിന്നെ മാസ്ക് ഒരെണ്ണം. കൊറോണ പോയി നോക്കിട്ട് നമ്മൾ ഇരിക്കില്ലേ, എപ്പോഴേലും തിരിച്ച് വന്നാലോ എന്ന് ഓർത്തിട്ട് എടുത്ത് വെച്ചേക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ വേസ്റ്റ് ബാഗ്. ഇതിനകത്ത് ഇനിയും സാധനങ്ങൾ ഇടാണ്ട്, കാരണം നമ്മൾ ആ ഒരു ട്രാവൽ ഇറങ്ങുന്ന സമയത്ത് പിന്നെ കുറച്ചും കൂടി സാധനങ്ങൾ എന്തായാലും സ്വാഭാവികമായിട്ട് ഇതിനകത്ത് വരും. അപ്പോൾ ഈ ഒരു വേസ്റ്റ് ബാഗ് ഞാൻ കൊണ്ടുപോകാറുണ്ട്.
പിന്നെ എൻ്റെ സ്പെക്സിൻ്റെ സ്പെക്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതും എടുത്തിട്ടുണ്ട്. തലവേദന എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എടുത്തിപ്പോൾ വെച്ചേക്കുന്നത്. ഇനി ഇത് പാക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം. പിന്നെ വേറെ കുറച്ച് എന്താ പറയുക, കുറച്ച് സാധനങ്ങളും കൂടി ഇനി ആഡ് ചെയ്യാനുണ്ട്. ഇപ്പം നമ്മളുടെ ഈ ഒരു സൈഡിലിരിക്കുന്നതൊക്കെ നമ്മളുടെ കൊണ്ടുപോകാനായിട്ടുള്ള ഡ്രസ്സാണ്. നമ്മൾ ബൈക്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ അപ്പോൾ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനായിട്ടൊരു ടീഷർട്ടും ജീൻസും പിന്നെ ജാക്കറ്റ് കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇനി എടുക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി സിംബയുടെ വേറെ ഞാൻ കാണിക്കാം നിങ്ങളെ. ഞാൻ അവൻ്റെ എന്തൊക്കെയാണ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളത് കാണിക്കാം. പിന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ട് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഫുഡ്, പിന്നെ അവൻ്റെ ഗ്രൂമിങ്ങിൻ്റെ സാധനങ്ങൾ. എന്ന് വെച്ചാൽ ഹെയർ ഉള്ള ടൈപ്പ് ക്യാറ്റാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ബ്രഷ് ചെയ്യണം. അപ്പോൾ അവൻ്റെ കുറച്ച് ഉരുക്ക് സാധനങ്ങളൊക്കെ, അത് പിന്നെ അവൻ്റെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ. അവന് ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും കുറച്ച് സ്കിന്നിൻ്റെ കുറച്ച് ട്രീറ്റ്മെൻറ്റിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ അതാണ് അവൻ്റെ ബേസ് ആയിട്ടുള്ള സാധനം. പിന്നെ അവനെ ക്യാരി ചെയ്യുന്നൊരു ബാഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളുടെ ഔട്ട്ഫിറ്റ്, ഇതൊക്കെ ഇനി നമുക്ക് ഈ ഒരു നമ്മുടെ ഓർഗനൈസറിലേക്ക് അറേഞ്ച് ചെയ്യണം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഔട്ട്ഫിറ്റുകൾ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് പാക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് കഴിയാനായി. ഈ ഒരു ബാഗിനകത്ത് നമ്മൾ ഇന്നേഴ്സിനെ സെറ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ താഴെ ഇരിക്കുന്ന ഈ ബോക്സിനകത്ത് നമ്മളുടെ ഔട്ട്ഫിറ്റ്സ് എല്ലാം റെഡിയാക്കി. പിന്നെ നമ്മുടെ മേക്കപ്പ് പൗച്ചും അതർ എസെൻഷ്യൽസ്. പിന്നെ ഒരു കുഞ്ഞ് ട്രൈപോഡ് എടുക്കുന്നുണ്ട്, നേരത്തെ കാണിച്ചൊക്കെ തന്നെ. ഇനി നമ്മളിതെല്ലാം പാക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബാഗിലാണ്. ഇതുപോലത്തെ 2 ബാഗുണ്ട്. അപ്പോൾ ഇത് ബൈക്കിൻ്റെ 2 സൈഡിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സാഡിൽ ബാഗ് എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ 2 ബാഗിനകത്താണ് ഇപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ട്രിപ്പ് നമുക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളതാണ്. കാരണം നമ്മൾ സിംബി നമ്മുടെ കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളുടെ പാക്കിംഗ് ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. 2 ബാഗ്സിലായിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി സിംബയുടെ പാക്കിംഗ് ആണ്. സിംബയ്ക്ക് വേണ്ട പാക്കിംഗ് ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നാളെ അവനെ കൊണ്ടുപോകാൻ പോകുന്ന ബാഗ്. ഇത് നേരത്തെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ഇത് ക്യാറ്റ് ബാഗാണ്. പിന്നെ ചെറിയ പപ്പീസിനെയൊക്കെ ഇടാനും പറ്റും. അപ്പോൾ ഇതിനിങ്ങനെ സൈഡിൽ ഹോളുണ്ട്, ഇതായിട്ടുണ്ടോ. അപ്പം എയർ ഇതിൽ കൂടെ പാസ് ചെയ്യും. അങ്ങനെ ബ്രീത്തിങ്ങിൻ്റെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ശരിക്കും ട്രാവൽ ബാഗ്, അവരുടെ ട്രാവൽ ബാഗാണിത്. അപ്പോൾ ഇതിനകത്തിടാം. പിന്നെ ഇതിനകത്തൊരു ചെറിയൊരു കാണാമല്ലോ അല്ലേ, ഈ ഒരു ഇത് വരുന്നുണ്ട്, ഒരു സ്ട്രാപ്പ് പോലെ വരുന്നുണ്ട്. അതിൻ്റെ അറ്റത്തൊരു ചെറിയ ഹുക്കൊക്കെ ആയിട്ട്. അപ്പം നമുക്ക് ഇവരെ ഇങ്ങനെ ഇതിനകത്ത് തന്നെ ഹുക്ക് ചെയ്തിട്ട്, ബോഡിയിലൊരു ബെൽറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുമായിട്ട് ഇതിനെ ഹുക്ക് ചെയ്തിടാം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് അവൻ്റെ ബാഗ്. നമ്മൾ ഷോൾഡറിലിടുന്ന നമ്മുടെ നോർമൽ ബാഗ് പോലെ തന്നെ, ബാക്ക് പാക്ക് പോലെ തന്നെ നമുക്ക് കൊണ്ടു നടക്കാൻ ഈസിയാണ്. പിന്നെ ഈ ഒരു സൈഡിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ ഫുഡൊക്കെ കൊടുക്കാൻ കുഴപ്പമില്ല. പിന്നെ ഈ സൈഡിലൊരു ബോട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പും കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് സിംബയുടെ ബാഗ്. ഇതിലാണ് നമ്മൾ നാളെ അവനെ കൊണ്ടുപോകാൻ പോകുന്നത്. പിന്നെ ഉള്ളത് അവൻ്റെ ബ്രഷാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഡെയിലി കോംബ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതവൻ്റെ പൗഡർ, അതെടുത്തിട്ടുണ്ട്. ഇത് ഹിമാലയയുടെയാണ് കേട്ടോ. ഇത് ഡോഗ്സിനും ക്യാറ്റ്സിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പൗഡറാണ്. അപ്പോൾ നമ്മൾ പൗഡർ ഇട്ടും കോംബ് ചെയ്യാറുണ്ട്. പിന്നെ അവന് കൊടുക്കുന്ന കുറച്ച് സപ്ലിമെൻറ്റ്സും നമ്മൾ ഇവിടെ ഇരിപ്പുണ്ട്. കൊടുക്കുന്ന കുറച്ച് സപ്ലിമെൻറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഓമേഗയാണ് നമ്മൾ അവന് കൊടുക്കുന്ന സപ്ലിമെൻ്റ് ആണ്. പിന്നെ അവൻ്റെ കുറച്ച് ഫുഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ അവന് കൊടുക്കുന്ന ഇത് ക്യാറ്റ് ട്രീറ്റ്സ് ആണ്. ഈ ചെറിയൊരു ബിസ്ക്കറ്റ് പോലെ, നല്ല മീനിൻ്റെ ഷേപ്പൊക്കെ ഉള്ളൊരു ബിസ്ക്കറ്റാണ്. അപ്പം ഇതെടുത്തിട്ടുണ്ട്. ഇതൊക്കെ അവൻ്റെ ഫുഡാണ്. പിന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ
അലമ്പുണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ട്രീറ്റാണിത്. ഇത് സിപ്പപ്പ് പോലത്തെ സംഭവം, ക്രീമി വെറ്റാണ് ഇതിനകത്ത്, വെറ്റ് ഫുഡാണ് ഇതിനകത്ത് വരുന്നത്. ഇത് ചിക്കൻ ആൻഡ് ലിവർ ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ 2 സിപ്പപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതും അവൻ്റെ വെറ്റ് ഫുഡാണ്. നമ്മൾ വിസ്കസിൻ്റെയാണ് വെറ്റ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്, ഗ്രേവി. പിന്നെ അവനിപ്പം ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അപ്പോൾ അതിന് മെഡിസിൻസ് ഉണ്ട്, അതെടുത്തിട്ടുണ്ട്. പിന്നെ അവൻ്റെ വെറ്റ് വൈപ്സ് ആണ്. ഇത് ഗ്രൂമിങ് വൈപ്സ്, പെറ്റ് ക്ലീൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഗ്രൂമിങ് വൈപ്സ് ആണിത്. അപ്പോൾ നമ്മൾ ക്യാറ്റ്സിനെ അങ്ങനെ എപ്പോഴും കുളിപ്പിക്കാനൊന്നും പറ്റത്തില്ല. മന്ത്ലി അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെയാണ് നമ്മൾ ഇതിനെ പ്രോപ്പറായിട്ട് ഗ്രൂമിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ കിട്ടിയിട്ട് ഇപ്പോൾ 1 month ആയി. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവന് ഗ്രൂം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറിനെ കൊണ്ട് കാണിച്ച് വാക്സിനൊക്കെ എടുത്തപ്പോഴത്തേക്കും അവിടെ നിന്ന് പറഞ്ഞാണ് ഇങ്ങനത്തെ ഇത് നോർമൽ വെറ്റ് വൈപ്സ് ആണ്. പിന്നെ ഒരു ഷാംപൂ വൈപ്സും കൂടി വരുന്നുണ്ട്. അപ്പം ഇത് രണ്ടും വെച്ചിട്ടാണ് അവനെ നമ്മൾ ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവനെ ക്ലീൻ ആക്കി വെക്കുന്നത് ഈ ഒരു വെറ്റ് വൈപ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ ദിവസം മേടിച്ചതാണ്. ഇപ്പോൾ ഇതിനകത്ത് വെള്ളം കൊടുത്ത് നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രാവൽ ചെയ്യുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അവൻ്റെ പെറ്റ് ഫുഡാണ് കേട്ടോ. ഇത് മിയോ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡിൻ്റെ കിച്ചൺ പെറ്റ് ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇതാണ് മെയിൻ, ഇതാണ് അവരുടെ ലിറ്ററാണിത്. ഈവൻ 1 ഉം 2 ഒക്കെ പോകുന്നത് ഈ ലിറ്ററിനകത്താണ്. അപ്പം അതെടുത്തിട്ടുണ്ട്. ഇത് റോയൽ ക്യാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ, അപ്പോൾ ഇതും എടുത്തിട്ടുണ്ട്. പിന്നെ ബെൽറ്റും ദയ്യൊരു ലീഷും, ഇതില്ലാണ്ട് ഒരു കളിയും നടക്കത്തില്ല. സോ ഇത്രയൊക്കെയാണ് നമ്മൾ സിംബയ്ക്ക് വേണ്ടി എടുത്തേക്കുന്നത്. ഇനി ഇതൊക്കെ പെട്ടെന്ന് ഞാനൊന്ന് പാക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ദേ സിംബയും ട്രിപ്പിന് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. കണ്ടാ, സിംബ പോയി ചെക്ക് ചെയ്യാണെല്ലാം. കാണിച്ചേ, കണ്ടാ പാക്കിംഗ് ഒക്കെ സെറ്റ് ആണോ എന്ന് സിംബ ഒന്നും കൂടി പോയി ഡബിൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.